ആവശ്യമില്ലാത്ത രീതിയിൽ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് അവർ പുനർചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എവിടെ പറഞ്ഞിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്ന ഹറാമാണെന്ന് ഇസ്ലാമിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? കള്ള് കുടിക്കുന്നത് കള്ള് കുടിക്കാനുള്ള ഇന്റൻഷനോട് കൂടിയല്ലേ കുടിക്കാൻ പറ്റൂ. അവിടെ എന്താണ് ചെയ്തത്? ഫാത്തിമ തഹ്ലിയ മതേതരത്വത്തിന് വേണ്ടി ഇത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവർ ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ അമീർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ്. അതായത് ഇസ്ലാം മതവിശ്വാസികൾ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ പൊതുവേദികളിൽ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ് നിലവിളക്ക് കൊളുത്താൻ പോകുന്ന ഘട്ടത്തിൽ എന്നാണ്. അങ്ങനെയൊന്നുണ്ടോ? ഇത് ചേരമൻ പെരുമാൾ പള്ളിയിലുള്ള വളരെ മനോഹരമായ ഒരു നിലവിളക്കാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലത്തിൽ തന്നെ അദ്ദേഹത്തെ പോയി കണ്ടു നമ്മുടെ ചേരമൻ രാജാവെന്നും അതിനുശേഷം തിരിച്ചെത്തിയെന്നൊക്കെയാണ് നമ്മുടെ ചരിത്രവും ഐതിഹ്യവും പറയുന്നത്. അബ്ദുൽ കലാമൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പള്ളിയാണ്. ഇന്ത്യയിലെ, ഒരുപക്ഷെ ഏഷ്യയിലെ, ലോകത്തിലെ ഏറ്റവും പ്രാചീന പള്ളികളിലൊന്നിൽ ഇപ്പോഴും വിളക്കുണ്ടെങ്കിൽ നമുക്ക് ഈ വിളക്കിനോട് എതിർപ്പുണ്ടെന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ വിളക്കിൽ സരസ്വതിയും വിഷ്ണുവും ഭഗവാൻ ശിവനും അല്ലെങ്കിൽ ബ്രഹ്മാവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിൽ റമസാനിലെ 27-ാം രാവിൽ അവർക്ക് ഫെസ്റ്റിവൽ ലാംബു കൊലോക്ക് എന്നൊരു കാര്യമുണ്ട്. അവിടെ വിളക്ക് കത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കുന്നതാണ്. അവർക്കും ഈ ഇന്ത്യൻ സംസ്കാരത്തോട് വളരെ പൈതൃകമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സാംസ്കാരികപരമായി കുറേ ഒരുമകളുണ്ട്. ഉദാഹരണം, നമ്മളെല്ലാം സൺഡേ ഹോളിഡേ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ജൂഡിയോ ക്രിസ്ത്യൻ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം റെസ്റ്റ് ചെയ്ത ദിവസം വന്നാണ്. ഞാൻ ക്രിസ്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കില്ല, അതുകൊണ്ട് സൺഡേ ഞാൻ ഹോളിഡേ എടുക്കില്ല എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാര്യം എല്ലാ സംസ്കാരങ്ങളെയും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒട്ടും ഡൈല്യൂട്ട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഇവിടെ ഫാത്തിമ തഹ്ലിയ ഒരു അമ്പലത്തിലോ അമ്പലത്തിന്റെ ചടങ്ങിൽ ഇപ്പം മമ്മൂട്ടി വിളക്കൊളുത്തിയോ നമ്മുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് വിളക്കൊളുത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഫാത്തിമ ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിന്, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉദ്ഘാടനത്തിന് ഒരു ചടങ്ങ് ചെയ്യുന്നു. ഇത് നടയാകാം, ലാപ്ടോപ്പിൽ കുത്തുന്നതാകാം. ഇനിയും രണ്ട് ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് പോലെ ഇങ്ങനെ ഒന്ന് രണ്ട് വിവാദങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തിരുന്നു. അവർ പറയുന്നത്, പ്രൊനൗൺസിയേഷൻ ശരിയാണെങ്കിൽ കറക്റ്റ് ചെയ്യാം, അൽ ഉമൂറു ബി മഖാസിദിഹ, അതായത് ആക്ഷൻസിന്റെ ആത്മാവെന്ന് പറയുന്നത് നീയത്താണ്, അഥവാ ഇന്റൻഷൻ ആണ്. ഇവിടെ ഫാത്തിമ തഹ്ലിയയുടെ ആക്ഷന്റെ ഇന്റൻഷൻ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യൽ മാത്രമാണ്. അത് ഏകദൈവ വിശ്വാസമോ യഹോവയോ അള്ളാഹുവിനെയോ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല. ദൈവീകമല്ലാത്തൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായ ഒരു കാര്യത്തിൽ, സാമൂഹികമായ കാര്യത്തിൽ ദൈവശാസ്ത്രം കൊണ്ടുവന്നാൽ അനാവശ്യമായ പ്രശ്നങ്ങളല്ലേ അതുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട്, അതായത് ഏകദേശം 10,000 വർഷം മുമ്പ് വരെ ഈ അവിടുത്തെ മൗണ്ടുകളിൽ ചെറിയ ചെറിയ ക്ലേ ചിരാതുകൾ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ നാട് 10,000 വർഷങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ യൂസഫ് അലി സാറിനെ പോലുള്ളവർ, മഹാനായ മമ്മൂട്ടി സാറിനെ പോലുള്ളവർ, ഒരുപാട് പേർ ഇത്തരം കാര്യം പറയുന്നു. പക്ഷേ ഐ അക്നോളജ്, അതായത് മുസ്ലിം ലീഗിൽ തന്നെയുള്ള, മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് പണ്ട് മുതലേ ഇതിനോട് റിസർവേഷൻ ഉണ്ട്. ഏറ്റവും ആദരണീയനായ ബഹുസ്വരവാദിയായ പാണക്കാട് തങ്ങളടക്കം ജോൺ ബ്രിട്ടാ സാറിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ചൊരു എതിരഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിന്റെ ഭാഗമായി വരുമ്പോൾ നിയ്യത്ത്, അല്ലെങ്കിൽ നിയ, അല്ലെങ്കിൽ ഇന്റൻഷൻ, അല്ലെങ്കിൽ ഉദ്ദേശമാണ് പ്രധാനം. ഇത് ഇസ്ലാമികമായും തെറ്റല്ല. കാര്യം അവിടെ ഫാത്തിമ തഹ്ലിയ പോയത് ദൈവശാസ്ത്രപരമോ ആത്മീയമോ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിനെ അല്ല, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്. അവിടേക്ക് ദൈവശാസ്ത്രം അനാവശ്യമായി കൊണ്ടുവന്നാൽ അത് സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേ ചെയ്യൂ. ഹിന്ദു മുസ്ലിം ഐക്യത്ത് എന്നുള്ള പ്രോജക്റ്റിന് കൂടുതൽ വിഘാതം ഉണ്ടാക്കിയേ ചെയ്യൂ, അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നുള്ള പ്രോജക്റ്റിന് വിഘാതം ഉണ്ടാക്കിയേ ചെയ്യൂ. അതുകൊണ്ട് അതിന്റെ ഇന്റൻഷൻ നോക്കണമെന്നുള്ളതാണ് എനിക്ക് ശ്രീ മുഹമ്മദ് അമീറിനോടും ശ്രീ അബ്ദുൽ ഹമീദിനോടും പറയുന്നുള്ളത്. അവരും ഉറപ്പിക്കും, എനിക്ക് ഉറപ്പുണ്ട്, ഇതിന്റെ നിയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ ഇന്റൻഷൻ ദൈവശാസ്ത്രപരമല്ല, സാമൂഹികമോ വ്യാവസായികവുമാണ്. അതിന് ആവശ്യമില്ലാത്ത രീതിയിൽ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് അവർ പുനർചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശരി, ശ്രീ അബ്ദുൽ ഹമീദ്, അതിനുള്ള മറുപടി. ഇതിന്റെ ഉദ്ദേശം, ഇപ്പോൾ തഹ്ലിയ അവിടെ ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നിലവിളക്ക് കൊളുത്തിയത്. അപ്പോൾ അതിന്റെ ഉദ്ദേശത്തെ പോലും നിങ്ങൾ മാനിക്കുന്നില്ല എന്നാണോ? വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ ഈ ഒരാൾ എന്തുദ്ദേശിച്ചു എന്നുള്ളത് നമ്മൾ ആരാണത് റീഡ് ചെയ്യുന്നത്? ഇസ്ലാമിൽ ഉള്ള ആശയം തന്നെയാണത്. പിന്നെ ഒരാളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അളക്കപ്പെടുന്നത്, പ്രതിഫലം നൽകപ്പെടുന്നത് എന്നുള്ളത്. പക്ഷേ അതിനർത്ഥം ഒരാൾക്ക് നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഹറാമായി പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നല്ല. മറിച്ച് വിളക്കിന്റെ വിഷയം പറഞ്ഞത് അഗ്രസീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും പറയാം. അത് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലുള്ള വിവിധ ഹൈന്ദവ സമൂഹങ്ങൾ ആചരിക്കുന്ന കാര്യങ്ങൾ, കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാവരും ഒരുപോലെ അടങ്ങിയിരിക്കോ? ഞാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കേൾക്കൂ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഞാൻ ഒരു പ്ലേറ്റ് ബീഫുമായിട്ട് പോയിട്ട് അവിടെ കഴിച്ച എന്താ കുഴപ്പമുള്ളത്? പറ്റില്ലല്ലോ.
ഇന്നമൽ അമാലു ബന്ധമില്ലാത്ത ബിന്നിയാത്ത്. കാര്യങ്ങളല്ലേ? അപ്പൊ അവിടെ അല്ല ബന്ധമില്ലാത്ത എന്റെ കാര്യങ്ങളല്ലേ? ഇന്റൻഷൻ അവിടെ ഇന്നമൽ പോയിട്ട് അമാലു ഭക്ഷണം ബിന്നിയാത്ത്. കഴിക്കണം എന്നുള്ളൂ. നെയ്യത്തിന്റെ ഞാൻ അത്രേ അടിസ്ഥാനത്തിലല്ലേ ഉദ്ദേശിച്ചുള്ളൂ. അതിന്റെ എനിക്ക് കർമ്മഫലം വിശപ്പുണ്ട്. കിട്ടുന്നത്. ഇവിടെ എന്റെ രാഹുൽ കയ്യിൽ ഈശ്വർ കുറച്ച് വളരെ വാലിഡ് ഭക്ഷണം ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ പറഞ്ഞത്. അവിടെ അല്ലല്ല ഇത് അല്ല, അബ്ദുൽ തെറ്റിദ്ധരിപ്പിക്കരുത്. ഹമീദ് സാർ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഇടയ്ക്ക് കയറുന്നതിന് ക്ഷമിക്കണം. ഞാൻ ഇസ്ലാമിക തത്വങ്ങൾ പ്രകാരമല്ലേ കോട്ട് ചെയ്തത്. ഈ നിയ്യത്ത് അഥവാ ഇന്റൻഷൻ അല്ലേ പ്രധാനം? അങ്ങേക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഫാത്തിമ തഹലിയുടെ നിയ്യത്ത് വേറെ എന്തെങ്കിലും ആയിരുന്നു എന്ന്? അല്ല ഇവിടെ ഇന്റൻഷൻ യഥാർത്ഥത്തിൽ അവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇന്റൻഷൻ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം കള്ളു കുടിച്ചു, അതുകൊണ്ട് ഇത് അമലാണോ? കള്ളുകൂടി അത് ഹലാലാണ് അമലായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ കള്ള് അനുവദനീയമാണ്. കുടിക്കുന്നത് കള്ള് കുടിക്കാനുള്ള ഇന്റൻഷനോട് കൂടിയല്ലേ കുടിക്കാൻ പറ്റൂ. അപ്പൊ അവിടെ എന്താണ് ചെയ്തത്? ആ ചെയ്ത പ്രവൃത്തിയെ കൂടെ വിലയിരുത്തേണ്ടി വരും. ആ ചെയ്ത പ്രവൃത്തിക്ക് പിറകിലുള്ള അല്ല അവിടെ തെറ്റുണ്ട്. അതായത് കള്ള് കുടിക്കുക എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി ഹറാമായിട്ടുള്ള സാധനമാണ്. വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി ഹറാമല്ല. നിങ്ങൾ എന്തിനാണ് മാംഗോസ് ടു ആപ്പിൾസ് കമ്പയർ ചെയ്യല്ലേ പ്ലീസ്? വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഹറാമാണെന്ന് ഇസ്ലാമിൽ എവിടെയുള്ളത്? ഇവിടെ വിളക്കല്ല, നിലവിളക്കാണ് അതെങ്ങനെ കത്തിക്കുന്നത്. ശുരുക്കാവുക? അപ്പൊ പള്ളികളിൽ വിളക്ക് കത്തിക്കാറില്ലേ? നിലവിളക്കില് വിളക്ക് കത്തിക്കാറില്ലേ? പള്ളിയിൽ വിളക്ക് കത്തിക്കാറില്ലേ? പള്ളിയിൽ വിളക്ക് കത്തിക്കാറില്ലേ? നമ്മള് വിളക്ക് കത്തിനല്ലോ ഇല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഇൻഹറന്റ്ലി ഹറാമാണെങ്കിൽ ഇൻഹറന്റ്ലി എങ്ങനെ ഹറാമാവും? വിളക്ക് കത്തിക്കൽ ഇൻഹറന്റ്ലി ഹറാമാണോ അല്ല, അല്ലേ? ഇവിടെ ആരാധനയുടെ ഭാഗമല്ലല്ലോ, അതാണല്ലോ സംശയം. സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയുടെ ഭാഗമല്ലല്ലോ ശ്രീ ഹമീദ്. ഇതിനകത്ത് ഒരു മിനിറ്റ് വിളക്ക് കത്തിക്കൽ അല്ല, അതേ പറയട്ടെ, ഇൻഹറന്റ്ലി ഹമീദ് പറയട്ടെ, ഹറാമാണ്. അബ്ദുൽ ഹമീദ് പറയട്ടെ. ഈ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് മതപരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നേരത്തെ അമീർ പറഞ്ഞു, ഈ 5 തിരി കത്തിക്കുന്നതിന് സങ്കല്പമുണ്ട്, 2 തിരി കത്തിക്കുന്നതിന് സങ്കല്പമൊന്നുണ്ട്. മാത്രമല്ല 5 തിരി ശിവന്റെ 5 മുഖങ്ങളാണ് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അത് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കത്തിക്കാൻ പറ്റൂല, അത് കരിന്തിരി ഒരു തിരി കത്തിച്ച കുഴപ്പമില്ല. 7 ഗസ്റ്റ് വന്ന 7 തിരിയിടും, 9 ഗസ്റ്റ് വന്ന 9 തിരിയിടും. അത്രേ ഉള്ളൂ. അതാണ് സാമൂഹികമായി നടക്കുന്നത്. അത് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ കാര്യമല്ലേ അത്? ഇവിടെ ഇപ്പോഴത്തെ കാര്യമല്ലേ നമ്മൾ പറയേണ്ടത്? മതപരമായി അതിന്റെ താല്പര്യം കൂടെ ഇതിൽ അന്തർലീനമാണ്. അത് നിഷേധിക്കരുതെന്ന് പറയുന്നത്. ശ്രീ അബ്ദുൽ ഹമീദ്, ഇത് വലിയൊരു സമ്മർദ്ദം നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ മുസ്ലിം മന്ത്രിമാർക്ക് പോലും ഈ സമ്മർദ്ദത്തിൽ അടിപ്പെടേണ്ടി വരികയാണ്. ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകളിൽ അവർക്ക് ധൈര്യമായിട്ട് പോയി നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല. രാഹുൽ മറുപടി. ഇസ്ലാം എന്ന് പറയുന്നത് അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അല്ല, ഞാൻ പൂർണ്ണമായും ഫാത്തിമ തെഹലിയോടൊപ്പമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരെയും അപരവൽക്കരിക്കുകയും അരികവൽക്കരിക്കുകയും ചെയ്യരുത്. നമ്മുടെ ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന അനിൽ വിളയിൽജിയും ഞാനും ഏറ്റവും സന്തോഷത്തോടെ വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് അസീമുള്ള ഖാൻ എന്നൊരു മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ജയ് ഹിന്ദ് ആബിദ് ഹസൻ സഫ്രാനി എന്ന നേതാജിയുടെ സുഹൃത്തായ ഒരു മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ നാട്ടിൽ ദേശീയ സാംസ്കാരിക മുസ്ലിങ്ങളുടെ ധാര വളരെ വൈബ്രന്റ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത കമ്മ്യൂണിറ്റീസിൽ ഒന്നാണ്. അപരവൽക്കരിക്കാതെ അരികവൽക്കരിക്കാതെ നമുക്ക് ഇവർ സ്വയം അപരവൽക്കരിക്കുന്നത് നമ്മൾ എന്ത് പഠിച്ചു? ഇവരല്ലേ അതിന് വിട്ടു നിൽക്കുന്നത്. അമീർ, പക്ഷേ ഞാനിവിടെ അല്ലേ, മുഹമ്മദ് അമീർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഫാത്തിമ തഹ്ലിയ അവിടെ നിലവിളക്ക് കൊളുത്തിയതിന് എതിരല്ല, കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അമീറിനെ തെറ്റിദ്ധരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അമീർ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അത് എല്ലാവർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവകാശം കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് കിട്ടണം. രാഹുൽ ഈശ്വർ വീണ്ടും എടുത്തു പറയുന്നത് അപരവൽക്കരിക്കാൻ പാടില്ല, പിന്നെ മറ്റേ ആരെയും അരികവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസി ഇന്ത്യയിൽ ആ മതവിശ്വാസം പൊതുവേദികളിൽ പാലിക്കുന്നത് കൊണ്ട് അത് 2 മതങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഒരു വിടവുണ്ടാക്കുക? അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. ഒരു മുസ്ലിം അവന്റെ മതം പൊതു ഇടങ്ങളിൽ ആചരിച്ചത് കൊണ്ട് എങ്ങനെയാണ് വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ വിടവുണ്ടാവുക? അത് ആ മുസ്ലിമിനോടുള്ള എന്തോ ഒരു പ്രിജുഡൈസ്ഡ് മൈൻഡ് അല്ലേ? ഒരു മുസ്ലിം ഒരു പൊതുവേദിയിൽ എത്തിയാൽ അവൻ വിളക്ക് കൊളുത്തിയിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി കാണുന്നവർക്ക് എന്തിനാണ്? അങ്ങനെ പൊതുവേദിയാണ്. പൊതുവേദി മതേതര വേദിയാണ്. പറഞ്ഞുതരാം. പൊതുവേദി മതവേദിയല്ല. ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ വിളക്ക് കത്തിക്കരുതെന്ന് അങ്ങനെ ഒരു അനുശാസനമോ ഫത്വയോ? വിളക്ക് കത്തിക്കരുത് എന്നല്ല, അത് അങ്ങനെയല്ല അതിന് എടുക്കേണ്ടത്. മതശാസ്ത്രം എന്നൊക്കെ രാഹുൽ ഈശ്വർ കേരളത്തിൽ മുസ്ലിം പക്ഷത്തിന് വേണ്ടി ഒരുപാട് ഡിബേറ്റ് നടത്തിയ ആളല്ലേ. അങ്ങനെ ഈ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. ഇത് നിലവിളക്ക് എന്നുള്ളത് ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നതല്ല. വിശ്വാസം ഹനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിൽ നിന്ന് വിട്ടുന്നേ പറ്റുള്ളൂ. കാരണം അതില് ബഹുദൈവ ആരാധനയുടെ അംശം വരുന്നുണ്ട്. നിലവിളക്കിലുള്ള അഗ്നി എന്നുള്ള ഒരു സൃഷ്ടിയാണ്.
അമീർജി ഒരു സെക്കൻഡ്, അമീർജി അല്ലല്ല, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അയ്യപ്പന്റെ സുഹൃത്തായ വാവർക്ക് വിഗ്രഹാരാധന പാടില്ലാത്തത് കൊണ്ട് അവർക്ക് ഷിർക്കാരെന്ന് വിചാരിച്ച് വിഗ്രഹം പോലും വെക്കാതെ ആദരിക്കുന്ന ഒരു നാടാണ്. കോമൺ കാര്യങ്ങളിലേക്ക് അത് ഷിർക്കാണ്, അത് ബിദ്അത്താണ്, അത് ഷിർക്കാണ് രാഹുൽ. പ്രശ്നമില്ല, അതൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അത് ചോദിക്കേ, അത് അമീർ എടുക്കില്ല, അത് തള്ളിയ ആളാണ് അമീർ. ചെയ്യാതിരിക്കുന്നവർക്ക് അതിനുള്ള അവകാശം കൂടി വകവെച്ച് കൊടുക്കണം. അതും കൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കലുണ്ട് കേട്ടോ. അതല്ല, അത് ഇത്രയേ ഉള്ളൂ. അത് അല്ല, ലളിതമായിട്ട് പറഞ്ഞാൽ ഈ മതവിശ്വാസം പാലിക്കുന്നവരെ വിമർശിക്കരുത് എന്നുള്ളതാണ്. അതാണ് ആരിഫ് പറഞ്ഞത്, അമീർ പറഞ്ഞത്. പക്ഷേ ആക്രമിക്കരുത് എന്നുള്ളതാണ്. ഇത് സംഘികൾക്ക് ബാധകമാണ്, സംഘികൾക്ക് ബാധകമാണ്. അറ്റാക്ക് ചെയ്യരുത്. അതെ, ഈ പറയുന്ന സംഗതി സംഘികൾക്ക് ബാധകമാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി അപ്പൊ നിങ്ങൾ ചെയ്ത് വിമർശിക്കാൻ പാടില്ല, ഇത് സംഘികൾ ചെയ്ത് വിമർശിക്കാൻ പാടുണ്ടോ? മഞ്ജുഷും രാഹുലും കേൾക്കണം, എങ്ങനെയാണ് ഫണ്ടമെന്റലിസം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ? റിലീജിയസ് ഫണ്ടമെന്റലിസം. ഒരാൾ സ്വന്തം മതവിശ്വാസം ആചരിച്ചുകൊണ്ട് അയാൾ ഫണ്ടമെന്റലിസ്റ്റ് ആവൂല. അയാൾ മറ്റൊരാളുടെ മേലെ എന്തെങ്കിലും കമ്പൾഷൻ ചെലുത്തിയാൽ അത് ഫണ്ടമെന്റലിസം. നിങ്ങളല്ലേ തഹ്ലിയയോട് വിളക്ക് കത്തിക്കരുതെന്ന് പറയുന്നത്? ഇതൊരു ഭീഷണിപ്പെടുത്തലല്ലേ ശ്രീ അമീർ? അല്ല, ഹമീദ് ആയിരിക്കും കുറച്ചുകൂടി. ഹമീദ്, ഇതൊരു ഭീഷണിപ്പെടുത്തലിന്റെ രൂപത്തിലല്ലേ? ഇനി ആരെങ്കിലും ചെയ്താൽ ആ ഭീഷണിയുടെ അളവ് കൂടും, അതുകൊണ്ട് അവർ സമ്മർദ്ദത്തിലാവും. അതല്ലേ ശരിക്കും ശ്രീ അബ്ദുൽ ഹബീബ് സംഭവിക്കുന്നത്? നിങ്ങളല്ലേ തഹ്ലിയെ ഭീഷണിപ്പെടുത്തുന്നത്? മതത്തിന്റെ ഒരു നിലപാടാണ് ഈ പറഞ്ഞത്, അത് ഭീഷണിയാണ്. അതൊരാൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഇതെന്തായി കാണുന്നത്? ഇത് സമസ്ത പറഞ്ഞ സാധനല്ലേ? എന്തായി കാണുന്നത്? അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം എന്ന് പറയുമ്പോ ഇതൊരു ഭീഷണി തന്നെയല്ലേ? ഇത് അനിസ്ലാമികമാണെന്ന് നിങ്ങൾ അവിടെ പ്രഖ്യാപിക്കല്ലേ ചെയ്യുന്നത്? അല്ലേ? അല്ലെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം പോലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.